നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. 2 ദിവസം നീളുന്ന ശാന്തപുരം അൽ ജാമിയ ബിരുദദാന സമ്മേളനത്തിന് തുടക്കമായി. പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന വൈജ്ഞാനിക സാംസ്കാരിക പരിപാടികൾ ഉൾക്കൊള്ളുന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തെ സെമിനാറിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ നിർവഹിച്ചു. 2 ദിവസമായി നടക്കുന്ന അൽ ജാമിയ ബിരുദദാന സമ്മേളനത്തിന് ഉന്നത വിദ്യാഭ്യാസവും ന്യൂനപക്ഷ ശാക്തീകരണവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറോടെയാണ് തുടക്കമായത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അൽ ജാമിയ അഡ്മിനിസ്ട്രേറ്റീവ് കൌൺസിൽ ചെയർമാൻ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. 31 രാവിലെ 10 പ്രശസ്തർ പങ്കെടുക്കുന്ന അൽ ജാമിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെയാണ് 2ാം ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമാവുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ നടക്കുന്ന ലീഡേഴ്സ് മീറ്റിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അമീർ സഅദുല്ല ഹുസൈനി, യൂത്ത് ലീഗ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, സി.ടി. മുഹമ്മദ് ബഷീർ എം.പി. തുടങ്ങിയവരും സംബന്ധിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു. അൽജാമിയയുടെ 3ാമത്തെ ഒരു ഘട്ടം അത് കുറച്ചും കൂടി എളുപ്പമാക്കുന്ന, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആകുന്ന നോളജ് വേൾഡ് എന്ന് പറയുന്ന പദ്ധതിയാണ്. 1955 ആരംഭിച്ചു, 2003 യൂണിവേഴ്സിറ്റിയായി. ഇനി അൽജാമിയയുടെ അടുത്ത ഒരു ഘട്ടം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽജാമിയയുടെ തന്നെ കീഴിലുള്ള അജാസ്, അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഭാഗമായി ഏകദേശം അതിനാവശ്യമായ ലാൻഡും ബിൽഡിംഗ് പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ലോ കോളേജ് പോലെയുള്ള കോളേജുകളാണ്, ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്, MBA കോളേജ്, അത്തരം സംവിധാനങ്ങളാണ് വരാനുള്ളത്. ബിരുദദാന സമ്മേളനത്തിന് ഞായറാഴ്ച വൈകിട്ട് 6:30 ക്യാമ്പസ് മൈതാനത്ത് തുടക്കമാകും. കേരള കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് മന്ത്രി വി. അബ്ദുറഹിമാൻ, പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ, MLA-മാരായ നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി MLA തുടങ്ങിയവരും സംബന്ധിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് മസ്ജിദുൽ ജാമിയ പ്രഖ്യാപനം, നോളജ് വേൾഡ് ലോ കോളേജ്, ലൈബ്രറി, ഹോസ്റ്റൽ എന്നിവയുടെ നിർമ്മാണോദ്ഘാടനങ്ങൾ തുടങ്ങിയവയും നടക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.